പരാജയം എന്നത് ഭാഗ്യത്തിന്റെ ഒരു റിഹേഴ്സൽ ആണെന്ന് പറയുന്നു. ഒരു റിഹേഴ്സൽ മാത്രമാണ്. വില്യംസിന്റെ ജീവിതം നോക്കുമ്പോഴും അത്തരത്തിലുള്ള മറ്റെല്ലാവരുടെയും ജീവിതം നോക്കുമ്പോഴും നമുക്കത് കാണാം. വിജയിച്ച ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവർക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളെല്ലാം ഏതെങ്കിലും വലിയ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് വരുന്നത്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഫിലാഡൽഫിയയിലെ കർഷകന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അവിടെ കുഴിച്ചെടുത്ത രത്നങ്ങൾ കണ്ടുപിടിച്ചത് എല്ലാം ഈ പീഡിത വ്യവസായങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് അടച്ചുപൂട്ടപ്പെട്ട പല വ്യവസായശാലകളും ചില ആളുകൾ ചെറിയ വിലക്ക് അത് എടുക്കും, അല്ലെ? ഈ വിലക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റെടുക്കൽ എന്ന് പറയില്ലേ? അങ്ങനെ ഏറ്റെടുക്കുന്ന ഇവിടെ ഒരു വലിയൊരു വിജയം എന്താണെന്ന് വെച്ചാൽ, ഈ പരാജയപ്പെട്ടു പോയവൻ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് അയാള് വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് അയാൾ അത് വിറ്റിട്ട് പോയത്. അപ്പം ഈ വാങ്ങുന്നവൻ എന്താ ചെയ്യുക? അവൻ ഈ സാധനം വാങ്ങിച്ച് വളരെ നിസ്സാരമായിട്ട് ചെറിയ എഫേർട്ടിൽ അവരങ്ങ് വിജയിക്കും. അപ്പൊ പറയും എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാത്തെന്നുള്ള ഇത് ചകഞ്ഞ് പരിശോധിച്ചാൽ മതി. ഇവനറിയാം, ഇത് എടുത്തവനറിയാം. അവനത് അങ്ങനെ അങ്ങനെ ആളുകൾ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. ചെറിയ പൈസ, സതീഷിന്റെ വാക്ക് പറഞ്ഞാൽ ചെറിയ പൈസക്ക് ആ സാധനം ഞാൻ ഏറ്റെടുത്തു. അപ്പം മറ്റേയാളെല്ലാം പണിയും ചെയ്തു വെച്ചിരിക്കുക. ഈ നിർഭാഗ്യശാലി, ഭാഗ്യമില്ല എന്ന് പറഞ്ഞവൻ സകല പണിയും ചെയ്തിട്ട് അവന്റെ ജീവിതം സമർപ്പിച്ചിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു.